എല്ലാ കഥകളും ഇങ്ങനെയാണോ ഉണ്ടാകാറ് മാതേ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തിനാണോ പ്രാധാന്യമുണ്ടാവുക, അവരതിനെ അധികമായി സ്നേഹിക്കുന്നു. മാതേ, മിത്രത്തിന്റെ ജീവിതത്തിൽ വിരഹത്തിനും വേദനയ്ക്കുമാണോ പ്രാധാന്യമുള്ളത്? ശിവ, നമ്മൾ മറ്റുള്ളവരുടെ വിഷയത്തെക്കുറിച്ചല്ല, നമ്മുടെ വിഷയത്തെക്കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ അച്ചടക്കമുള്ള ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇനി അവിടെയും ഇവിടെയുമായി കറങ്ങി നടക്കാൻ പാടുള്ളതല്ല. മനസ്സിലായോ? ശരി മാതേ. സഹോദരങ്ങളെ കാണുന്നില്ലല്ലോ മാതേ. രണ്ടുപേരും എവിടേക്കാണ് പോയത്? രണ്ടുപേരും അധ്യയനത്തിനായി ഗുരുകുലത്തിലേക്ക് പോയതാണ്. അവരിനി അവിടെയാണ് കഴിയുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും അവിടേക്ക് പറഞ്ഞയക്കുമോ? അതെ മാതേ, അവിടുന്ന് ഞങ്ങൾക്ക് ജീവിത ദർശനത്തെ കുറിച്ചുള്ള അറിവുകൾ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി മാതയിൽ നിന്നും അകറ്റി നിർത്തുമോ? ഇല്ല ശിവ, നാം നിന്നെ നമ്മിൽ നിന്നും ഒരിക്കലും അകറ്റി നിർത്തുന്നതല്ല. കാരണം നീ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. നിനക്ക് ഓരോ നിമിഷവും നമ്മുടെ ആവശ്യമുണ്ട്, ഓരോ അവസരത്തിലും ആവശ്യമുണ്ട്. നിനക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു അറിവുമില്ല ശിവ. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ശിക്ഷണത്തിലൂടെ നാം നിന്നെ ജ്ഞാനിയായ, ആദർശവാനായ, പ്രതിഭാശാലിയായി മാറ്റുന്നതാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മുഴുവൻ ജ്ഞാനവും നാം സ്വയം നിനക്ക് നൽകുന്നതാണ്. ശരി, നാം ഇനി സന്ധ്യാപൂജ ചെയ്യട്ടെ. മൂഢ, പുഷ്പവുമായി പൂജാസ്ഥാനത്തേക്ക് വന്നോളൂ. മാധവ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് തോന്നുന്നത് സ്വാദിഷ്ടമായ ഭക്ഷണം ഇന്ന് ലഭിക്കുമെന്നാണ്. വിധി, നിനക്കൊരു തോന്നലുണ്ടായിരിക്കുകയാണ് നാം നിന്നെ ഭയപ്പെട്ടാണ് ഓടിയതെന്ന്. നീ നമ്മെ ഓടിക്കുകയാണെന്ന്. ഇനി നാം നിന്നെ അത്യധികം പ്രലോഭിപ്പിച്ചുകൊണ്ട് നിന്നെ നമ്മുടെ തന്ത്രങ്ങളുടെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തുന്നതാണ്.
ഈ സംഭവിച്ചതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു. എന്തെന്നാൽ ഈ ഗുഹ നമ്മുടെ വിജയസ്ഥാനമാണെന്ന്. ഇവിടെ നമ്മെ ആർക്കും തോൽപ്പിക്കാനാകുന്നതല്ല, ആർക്കും തന്നെ. ഇവിടെയുള്ള ശക്തി ആരെയും തന്നെ വിജയിക്കാൻ അനുവദിക്കുന്നതല്ല. ഇനി നമ്മെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കുന്നതല്ല, ആർക്കും തന്നെ. നാം നിന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ്, നമ്മുടെ വിജയസ്ഥാനമായ ഈ ഗുഹയിലേക്ക്. എന്നിട്ട് നിന്നെ വധിക്കുന്നതാണ് ശിവ. ഇപ്പോൾ നാം ഇവനോട് ചെയ്തതുപോലെ തന്നെ. മുത്തശ്ശി, ഈ വിജനമായ വനത്തിൽ നമുക്ക് ഇതുവരെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ പോകുന്ന ദിശ ശരിയാണോ അതോ അല്ലയോ എന്ന് ആരോടാ ഒന്ന് ചോദിക്കുക? സുകർണ, നമുക്ക് ദിശ നിർദ്ദേശിക്കുന്നതിനായി മഹാദേവൻ ആരെയെങ്കിലും നമ്മുടെ പക്കലേക്ക് അയക്കുന്നതാണ്. വരൂ, ധ്യാനം ചെയ്യൂ. പൂജ ആരംഭിക്കുകയാണ്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. തന്ത്രം ലഭിച്ചിരിക്കുന്നു. നിന്നെ നേടാനുള്ള തന്ത്രം ലഭിച്ചിരിക്കുന്നു ബാലശിവ. ഇവരെ ആയിരിക്കും നിന്നെ നമ്മുടെ അടുത്തെത്തിക്കാനായി നാം ഉപയോഗിക്കുന്നത്. മഹാദേവന്റെ കൃപ തന്നെയാണ്. കണ്ടോ പൗത്ര സുകർണ, മഹാദേവനിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഒരിക്കലും നിഷ്ഫലമാകാറില്ല. അതെ മുത്തശ്ശി, മഹാദേവൻ നമ്മെ സഹായിക്കുന്നതിനായി ആളയച്ചിരിക്കുകയാണ്. അങ്ങേക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമോ? എന്ത് സഹായമാണ്? ഞങ്ങൾ മഹാദേവന്റെ ദർശനത്തിനായി പോവുകയാണ്. ഞങ്ങൾക്ക് ദിശ തെറ്റിയിരിക്കുകയാണ്. അവിടുന്ന് അത്രി ഋഷിയുടെ ആശ്രമത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് അവിടെയാണ് പോകാനുള്ളത്. നമ്മുടെ മഹാദേവൻ ബാലശിവന്റെ രൂപത്തിൽ സതി അനസൂയയുടെ പുത്രനായി കഴിയുകയാണ്. തീർച്ചയായും പറഞ്ഞു തരാം. അയ്യോ, നമ്മുടെ പൗത്രനെ എന്തിനാണ് അങ്ങ് പിടികൂടിയത്? ദിശ കാണിക്കുന്നതിനായി. ആ ഉത്തര ദിശയിലാണ് ഋഷി അത്രിയുടെ ആശ്രമം. മുത്തശ്ശി, പിന്നെ ബാലശിവനെയും കാണാനാകും. നമ്മുടെ പൗത്രനെ വെറുതെ വിട്ടാലും നീ വിചാരിക്കുന്നത് പോലെ നാം ഇവനെ കടത്തിക്കൊണ്ടു പോകുന്നതല്ല. ആ ബാലശിവനെ നമ്മുടെ അടുക്കൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നാം എന്താണോ പറയുന്നത് അതുപോലെ നീ പറയണം. ദക്ഷിണ ദിശയിലുള്ള പർവ്വതത്തിലെ ഗുഹയിൽ നാം ഇവനെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ്. പൗത്രനെ വെറുതെ വിട്ടാലും മഹാദേവ, മഹാദേവ, നമ്മെ സഹായിച്ചാലും നമ്മുടെ പൗത്രനെ രക്ഷിച്ചാലും മഹാദേവ, നമ്മുടെ പൗത്രനെ രക്ഷിച്ചാലും മഹാദേവ, നമ്മുടെ പൗത്രനെ രക്ഷിച്ചാലും മഹാദേവ, നമ്മുടെ പൗത്രനെ രക്ഷിച്ചാലും. ആരോ അപകടത്തിലാണെന്ന് നമുക്ക് തോന്നുന്നു. ആരായിരിക്കും മിത്രമേ? പോയി നോക്കേണ്ടതുണ്ട്. മഹാദേവ, നമ്മുടെ പൗത്രനെ രക്ഷിച്ചാലും. മഹാദേവ, അവിടുത്തെ ദർശനം ലഭിച്ചതിലൂടെ നമ്മുടെ ഈ ജന്മം സഫലമായിരിക്കുന്നു. എഴുന്നേറ്റാലും മിത്രമേ,
നമുക്ക് പരിചയമില്ലാത്ത സ്ത്രീയാണിത്. വരൂ, നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. നമ്മിൽ നിന്നും അകന്നുപോയി നമുക്ക് കിട്ടിയ ഈ ദർശനവും ഈ സൗഭാഗ്യവും ഇല്ലാതാക്കരുതേ. അവിടുത്തെ ഈ രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ അനുവദിച്ചാലും. പക്ഷേ അല്പം മുമ്പ് അവിടുത്തെ പൗത്രനെ രക്ഷിക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ അവിടുന്ന് പ്രഭുവിന്റെ രൂപത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന കാര്യം പറയുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? നാം നമ്മുടെ മഹാദേവനെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിഷമത്തെക്കുറിച്ച് മറന്നുപോയതാ. നാമും നമ്മുടെ പൗത്രൻ സുകർണനും മണ്ണുകൊണ്ടുള്ള ഒരു ശിവലിംഗത്തെ പൂജ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു രാക്ഷസൻ വന്നു. ഞങ്ങൾക്ക് ദിശ തെറ്റിയിരിക്കുകയാണ്. അവിടുന്ന് അത്രി ഋഷിയുടെ ആശ്രമത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് അവിടെയാണ് പോകാനുള്ളത്. നീ വിചാരിക്കുന്നത് പോലെ നാം ഇവനെ കടത്തിക്കൊണ്ടു പോകുന്നതല്ല. ആ ബാലശിവനെ നമ്മുടെ അടുക്കൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ പൗത്രനെ രക്ഷിച്ചാലും. എവിടേക്കാണ് കൊണ്ടുപോയത്? ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്? ദക്ഷിണ ദിശയിലുള്ള പർവ്വതത്തിലെ ഗുഹയിലേക്ക്. പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ടായിരുന്നു, നിന്റെ പൗത്രനെ ജീവനോടെ കാണണമെന്നുണ്ടോ? എങ്കിൽ ബാലശിവനെ പറഞ്ഞയക്കാൻ, അവനെ രക്ഷിക്കുന്നതിനായി. അവിടുന്ന് വിഷമിക്കാതിരിക്കൂ. നാം അവിടുത്തെ പൗത്രനെ സുരക്ഷിതനായി തിരികെ കൊണ്ടുവരുന്നതാണ്. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. രാക്ഷസ, ഇനി നിനക്ക് നമ്മെ ഒന്നും ചെയ്യാനാവില്ല. നീ നമ്മുടെ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ ബാലശിവൻ അയക്കണമെന്ന്? നോക്കൂ, നമ്മെ രക്ഷിക്കാനായി ബാലശിവൻ വന്നിരിക്കുകയാണ്. നാം നിന്റെ ആവശ്യം പൂർത്തിയാക്കി. ഇനി നീ നിന്റെ വാക്ക് പാലിക്കൂ. ഇവനെ മുക്തനാക്കൂ, പോകാൻ അനുവദിക്കൂ. ഇത്ര ലളിതമായിട്ടല്ല ബാലശിവ. ഇതിലൂടെ മായാസുരന്റെ ശക്തികൾക്ക് അപമാനമായി തീരും. നിന്റെ ആദരവ് അധികമാക്കുന്നതിനായി നാം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. നമ്മോട് യുദ്ധം ചെയ്യൂ. ദുഷ്ട, നിന്റെ ഈ ചിരി നാം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതാണ്.
മാതേ 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 എന്ത് സംഭവിച്ചു മൂട? എന്താണ് ഇത്ര ഭയപ്പെട്ടിരിക്കുന്നത്? മാതേ, മിത്രം ശിവ ശിവയ്ക്ക് എന്ത് സംഭവിച്ചു? ദക്ഷിണ ദിശയിലുള്ള പർവ്വതത്തിലെ ഗുഹയിലേക്ക് പോയിരിക്കുകയാണ്. ഗുഹയിലേക്കോ? പക്ഷെ എന്തിന്? ഒരു വൃദ്ധയുടെ പൗത്രനെ രക്ഷിക്കുന്നതിനായി. വരൂ, നമ്മ എവിടേക്ക് കൊണ്ടുപോകൂ. ഋഷിവര്യൻ വരികയാണെങ്കിൽ ശിവയുടെ അടുത്ത് പോയിന്ന് പറയണം. വരൂ. ബാലശിവ, നമ്മുടെ ഈ ഗുഹ നമ്മുടെ വിജയത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെ നമ്മെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. ദേവനുമില്ല, അസുരനുമില്ല, മനുഷ്യനുമില്ല, മൃഗത്തിനുമില്ല, പക്ഷിക്കുമില്ല, ആർക്കുമില്ല. ഈ ഗുഹയിൽ നമുക്ക് മാത്രമാണ് ശക്തിയുള്ളത്. ഇതിനുള്ളിൽ നമ്മുടെ ശക്തി ഒഴികെ ബാക്കി എല്ലാവരുടെയും ശക്തിയും ചോർന്നു പോകുന്നതാണ്. ആ സ്ത്രീ വേറെന്തൊക്കെയാണ് പറഞ്ഞത്? അവർ ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ. അവരുടെ പൗത്രനെ രാക്ഷസനിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ നമ്മുടെ മിത്രം ബാലശിവനെ ഗുഹയിലേക്ക് അയക്കണമെന്ന്. നമ്മുടെ ശിവ ഉടനെ അവിടേക്ക് പോയോ? നമ്മോടൊന്നും പറയാതെ, അനുവാദം പോലും ചോദിക്കാതെ അവിടേക്ക് പോയോ? മാതേ, നമ്മുടെ മിത്രം വളരെ ദയാലുവാണ്. അവൻ ആരുടെയും വേദന കാണാൻ സാധിക്കുന്നതല്ല. പക്ഷെ അവൻ എന്തുകൊണ്ടാണ് നമ്മുടെ വിഷമം കാണാൻ കഴിയാത്തത്? സ്വന്തം മാതാവിന്റെ വേദന എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നമ്മുടെ ശിവയ്ക്ക് ഇതിന്റെ എന്താവശ്യമാണ് ഉണ്ടായിരുന്നത്? ആ വൃദ്ധയുടെ പൗത്രനെ രക്ഷിക്കാനായി രാക്ഷസന്റെ ഗുഹയിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് കാണിച്ചു തരൂ, എവിടെയാണ് ആ സ്ത്രീ? വന്നാലും മാതേ. പ്രഭു ആരെ രക്ഷിക്കാനാണ് രാക്ഷസന്റെ അടുത്തേക്ക് പോയതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. വന്നാലും മാതേ, വന്നാലും. മാതേ, ഈ വൃദ്ധയായ സ്ത്രീയാണ് മിത്രം ശിവയെ തന്റെ പൗത്രനെ രക്ഷിക്കാനായി അവിടേക്ക് അയച്ചത്. എവിടേക്കാണ് അവിടുന്ന് നമ്മുടെ പുത്രനെ പറഞ്ഞയച്ചത്? ഏത് രാക്ഷസന്റെ അടുത്തേക്കാണ് പറഞ്ഞയച്ചത്? നാം അവിടുത്തെ പുത്രനെ എങ്ങോട്ടേക്കും പറഞ്ഞയച്ചിട്ടില്ല. നാം നമ്മുടെ പ്രഭു, നമ്മുടെ ആരാധ്യൻ മഹാദേവനെയാണ് പറഞ്ഞയച്ചത് നമ്മുടെ പൗത്രനെ രക്ഷിക്കുന്നതിനായി. ശിവൻ നിങ്ങളുടെ ആരാധ്യനാണെങ്കിൽ, നിങ്ങൾ ശിവന്റെ ഭക്തയാണെങ്കിൽ അവിടുന്ന് ഇത് ഓർമ്മിക്കേണ്ടതായിരുന്നു. എന്തെന്നാൽ ശിവൻ ഇപ്പോൾ നമ്മുടെ പുത്രനാണെന്ന്. ഏതൊരു മാതാവിനും അവരുടെ പുത്രൻ എത്ര അമൂല്യമാണെന്ന് അവിടത്തേക്ക് അറിവുള്ളതായിരുന്നില്ലേ? അവിടുന്ന് അവിടുത്തെ പൗത്രന്റെ സുരക്ഷയ്ക്കായി നമ്മുടെ പുത്രനെ അപകടത്തിലേക്ക് പറഞ്ഞു വിട്ടോ? അവിടുന്ന് മഹാസതിയാണ്, ത്രിദേവന്മാരുടെ മാതാവാണ്. പ്രപഞ്ചത്തിന്റെ വിഷമങ്ങൾ അകറ്റുന്ന ശിവന്റെ മേലെ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ? അവിടുന്ന് ഇങ്ങനെ പറയുമെന്ന് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. അവിശ്വസനീയം തന്നെ. മഹാസതി എന്നതിലുപരി നാം ഒരു മാതാവാണ്. നമ്മുടെ ശിവ കുഞ്ഞു ബാലകനാണ്. സാമൂഹികതയിലും വ്യവഹാരികതയിലും അവന് യാതൊരു അറിവുമില്ല. മാത്രമല്ല, ഈ പ്രപഞ്ചം അവന്റെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യും. നാം അവിടത്തോട് ചോദിക്കുകയാണ്, ഒരുപക്ഷെ നമ്മുടെ ശിവയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരായിരിക്കും? നാം ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ദേവി. നമുക്കറിയാൻ കഴിഞ്ഞത് മഹാസതി അനസൂയ തൻ്റെ തപോബലം കൊണ്ട് മഹാദേവനെ മാത്രമല്ല ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ബാലകരാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ദിശ തെറ്റിയിരിക്കുകയാണ്. അവിടുന്ന് അത്രി ഋഷിയുടെ ആശ്രമത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് അവിടെയാണ് പോകാനുള്ളത്. നീ വിചാരിക്കുന്നത് പോലെ നാം ഇവനെ കടത്തിക്കൊണ്ടു പോകുന്നതല്ല. ആ ബാലശിവനെ നമ്മുടെ അടുക്കൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്.
അവിടുന്ന് വിഷമിക്കാതിരിക്കൂ. നാം അവിടുത്തെ പൗത്രനെ സുരക്ഷിതനായി തിരികെ കൊണ്ടുവരുന്നതാണ്.